ഇവിടെ ഒരു പെൺകുട്ടി എല്ലാ കാര്യത്തിലും വെറും മടിച്ചിയായിരുന്നു. അവളിപ്പോൾ ഹൈസ്കൂളാണ് പഠിക്കുന്നതെങ്കിലും അവളുടെ ബുദ്ധി UP സ്കൂളിലെ കുട്ടികളെ പോലെയായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് മാത്സ് തെറ്റായി ചെയ്യുന്ന അവളോട് ഇപ്രാവശ്യം എക്സാമിന് തോറ്റാൽ നിന്നെ പുറത്താക്കുമെന്ന് ഒരു അധ്യാപകൻ പറയുന്നുണ്ട്. അങ്ങനെ എക്സാം ദിവസം സ്കൂളിലേക്ക് പുറപ്പെട്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നു. കുടയെടുക്കാൻ മറന്നവൾ നനഞ്ഞുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിൽ ഓർമ്മ വന്നതോടുകൂടി അവൾക്ക് എക്സാം എഴുതാൻ ഒരിഷ്ടവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് താൻ മാഞ്ഞു പോയെങ്കിൽ നന്നായിരിക്കുമെന്ന് അവൾക്ക് കരുതി. പോകുന്ന വഴിയിൽ വെള്ളം കെട്ടി നിന്നത് കണ്ടവൾ താൻ മാഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾ ആ വെള്ളത്തിൽ നിന്ന് നീന്തിക്കയറുമ്പോഴേക്കും മറ്റൊരു ലോകത്തെത്തിക്കാണും. ആക്ച്വലി ആ ലോകത്തുള്ളവർ കുറെ കാലമായി മഴയില്ലാത്തതിനാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവളെ കണ്ടതും അവർ ഇത് മഴയുടെ ദേവതയായിരിക്കുമെന്ന് കരുതി. അവർക്കൊട്ടും സംശയം തോന്നാതിരിക്കാൻ അവളും ആ കിട്ടിയ റോൾ തകർത്തഭിനയിക്കുന്നു. ഒരു നിമിഷം അവരെല്ലാവരും അവളെ വണങ്ങിയതും ആ സമയം മുതലെടുത്ത് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ അവളെ കാണാത്തതിനാൽ ആ ലോകത്തുള്ളവർ അവളെ അന്വേഷിച്ചിറങ്ങുന്നു. അവൾ അപ്പോൾ ഒളിച്ചിരുന്നിടത്ത് നിന്ന് കിട്ടിയ ഡ്രസ്സും ഇട്ട് അവരിൽ ഒരാളായി പുറത്തുകൂടെ നടക്കുന്നു. പക്ഷെ ഒരു നിമിഷം താഴെ വീണ് അവളുടെ ഫോൺ എടുക്കാൻ ശ്രമിച്ചതും അതൊരു സോൾജർ കാണുകയും അവളെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. അവളുടെ കയ്യിലെ ആ ഫോൺ കണ്ട രാജാവ് അവൾ ഒരു മന്ത്രവാദിനിയാണെന്ന് കരുതി കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ആകെ പേടിച്ചു പോയ അവൾ താൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്നും തന്നെ കൊല്ലരുത്, താൻ സഹായിക്കാമെന്നും അവരോട് പറയുന്നു. പക്ഷെ തന്നെ കാത്തിരിക്കുന്നത് എട്ടിന്റെ പണിയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവളെ പരീക്ഷിക്കുവാനായി രാജാവ് അവൾക്കൊരു കണക്ക് കൊടുക്കുന്നു. അവളുടെ ഭാഗ്യത്തിന് ആ കാലഘട്ടത്തിലെ ഡിഫിക്കൽട്ടായ കണക്കുകൾ ഈ കാലഘട്ടത്തിലെ സിമ്പിൾ കണക്കുകളായിരുന്നു. അവിടെയുള്ളവർ 2-3 ദിവസം എടുത്ത് സോൾവ് ചെയ്യുന്ന കണക്ക് ഇവൾ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് കണ്ട് രാജാവാകെ അമ്പരക്കുന്നു. അവളുടെ കഴിവിൽ അത്ഭുതപ്പെട്ട രാജാവ് അവളെ മാത്സ് ടീച്ചറായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ അവൾ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന മാതിരി ആ രാജാവിനെ കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും ഗുണിക്കലും ഒക്കെ പഠിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് രാജ്യസഭയിൽ പോലും ആ രാജാവ് അതൊക്കെ പഠിക്കാനായി സമയം കണ്ടെത്തുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ രാജാവ് തെറ്റുത്തരം പറഞ്ഞതിനാൽ അവൾ രാജാവിന്റെ തലയിലടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ രാജാവിന്റെ അടുത്തുണ്ടായിരുന്ന ബഡൻ അവളെ കൊല്ലാനായി വാളെടുക്കുന്നു. ഭാഗ്യത്തിന് രാജാവെന്ന് നല്ല മൂഡിലായതിനാൽ ബഡന്മാരെ ഓടിച്ചുവിട്ട് അവളോട് ക്ഷമിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.